നമസ്കാരം. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഒട്ടേറെ ചെല്ലപ്പേരുകൾ നൽകിയ ഒരു നേതാവാണ് CPM-ന്റെ പ്രമുഖനായ നേതാവ് സഖാവ് EP ജയരാജൻ. ചിറ്റപ്പൻ ജയരാജൻ എന്നതിൽ തുടങ്ങി ഇങ്ങോട്ട് മുഹമ്മദ് അലി ജയരാജൻ, അതുപോലെ തന്നെ ബോംബ് ജയരാജൻ, അതുപോലെ വെടിയുണ്ട ജയരാജൻ, അങ്ങനെ പല പല പേരുകൾ അദ്ദേഹത്തിന് ഉണ്ട്. ഒപ്പം ഇൻഡിഗോ ജയരാജൻ എന്ന ഒരു പേരും ഇടയ്ക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ അല്ലെങ്കിൽ വിമാന കമ്പനിയിൽ ഉണ്ടായ പ്രതിസന്ധിക്ക് കാരണം തന്റെ പ്രാക്കാണ് എന്ന് വരെ പറഞ്ഞു വെക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട EP ജയരാജൻ മറന്നില്ല. പാർട്ടിയുമായി ഒട്ടും രസത്തിലല്ല. പിണറായി വിജയന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. നോക്കിയിരിക്കുകയായിരുന്നു. ഈ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ച വിഷയത്തിലൊക്കെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും എടുത്ത് ദൂരെ കളഞ്ഞു. കഴിഞ്ഞ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു. വ്യവസായ മന്ത്രിസ്ഥാനവും പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അങ്ങനെ വിവാദങ്ങളുടെ ഒരു കൂട്ടുകാരനും ഒപ്പം വിഡ്ഢിത്തങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടിയാണ് സഖാവ് EP ജയരാജൻ എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ ചില പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നു. അതോടുകൂടി ഒരു പേരും വീണു, തട്ടുകട ജയരാജൻ. ജയരാജൻ പറയുന്നത് വഴിയോരങ്ങളിലേക്ക് നോക്കൂ, പാതയോരങ്ങളിലേക്ക് നോക്കൂ, എത്ര വ്യാപാര സ്ഥാപനങ്ങളാണ് തുറന്നിരിക്കുന്നത്. അല്ല സഖാവെ, എന്ത് വ്യാപാര സ്ഥാപനത്തിന്റെ കാര്യമാണ് ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്? അല്ല, എത്ര തട്ടുകടകളാണ് നഗരവീഥികളിൽ അടക്കം എല്ലായിടത്തും ധാരാളം തട്ടുകടകൾ, വലിയ വ്യാപാര സ്ഥാപനങ്ങളാണെന്നാണ് ജയരാജൻ പറയുന്നത്. തട്ടുകടയ്ക്ക് ടാക്സ് വേണ്ട, വെറും ഒരു പേപ്പറിലുള്ള മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ പെർമിഷൻ മാത്രം മതി. കാരണം അത് മൂവബിൾ കച്ചവടമായിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റാൻ സാധിക്കുന്ന കച്ചവടമായിട്ടുള്ള പ്രത്യേക ആക്ട് പ്രകാരം അതിന് ടാക്സോ മറ്റു കാര്യങ്ങളോ വേണ്ട. അപ്പൊ പിന്നെ സർക്കാരിന് അതുകൊണ്ട് എന്ത് വരുമാനം? തട്ടുകടകളിലൊക്കെ ആളുകൾ ഇടിച്ചു തള്ളി കയറുകയാണ്. ഇത് വികസനത്തിന്റെ പുതിയ പതിപ്പാണ്. കേരളം വികസനത്തിലേക്ക് നീങ്ങുകയാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുകയാണ് എന്നാണ് പ്രിയപ്പെട്ട EP ജയരാജൻ പറയുന്നത്. എന്തൊക്കെയാണ് അങ്ങ് വിളിച്ചു പറയുന്നത് എന്ന് അങ്ങേക്ക് വല്ല ബോധ്യവുമുണ്ട്? തട്ടുകടകൾ നിരനിരയായി പാതയോരങ്ങളിൽ നിരന്നാൽ കേരളത്തിൽ വികസനം സാധ്യമാവും. അങ്ങനെ ആയ ചരിത്രമുണ്ടോ? ഒരു ഹോട്ടൽ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സ് അടയ്ക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇവിടെ ആന്തൂരിലെ, അങ്ങയുടെ നാട്ടിലെ തന്നെ ആന്തൂരിലെ സാജനെ ഓർമ്മയില്ലേ? അതുപോലെ എത്രയെത്ര ആളുകൾ, വിദേശ മലയാളികൾ അടക്കം ഇവിടെ കിടന്ന് നട്ടം തിരിയുകയാണ് ഇപ്പോഴും ഒരു ചെറിയ വ്യവസായം തുടങ്ങുന്നതിനായിട്ട്. തമിഴ്നാട്ടിലും അതുപോലെയുള്ള നാടുകളിലുമൊക്കെ ഓരോ വീടുകൾ, ഓരോ യൂണിറ്റുകളാക്കി ഓരോ കുഞ്ഞ് വ്യവസായ സംരംഭങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നു. ഇവിടെ മാന്യമായ രീതിയിൽ ഒരു വ്യവസായം തുടങ്ങാൻ പോലും ആരും അനുവദിക്കില്ല. പ്രത്യേകിച്ചും CPM-ഉം CIT-യും അനുവദിക്കില്ല. എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജയരാജൻ പറയുന്നത് ഇവിടെ വ്യവസായശാലകൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്, വലിയ രീതിയിലുള്ള വികസനമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇരുവശങ്ങളിലുമായി എത്രയോ വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നു. ഇപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും എത്രയോ തട്ടുകടകൾ. വൈകുന്നേരമാകുമ്പോൾ എത്രമാത്രം ഉത്സാഹത്തോടു കൂടിയാണ് ജനങ്ങൾ ആ തട്ടുകടകളിലൊക്കെ പോയി ആഹാരം കഴിക്കുന്നത്. ജനങ്ങൾക്ക് വിശന്നിട്ടാണ് അവർ ഓടിപ്പോയി ആഹാരം കഴിക്കുന്നത്, അല്ലാതെ കേരളത്തെ നന്നാക്കാൻ വേണ്ടിയല്ല. വടക്കു മുതൽ തെക്ക് വരെ നോക്കൂ നിങ്ങൾ, എത്രയെത്ര വ്യാപാര സ്ഥാപനങ്ങൾ ഓരോ രാത്രിയിലും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾക്ക് എത്രയോ പണം സർക്കാർ കൊടുക്കുന്നു. കേരളം വളരുന്നു, വികസിക്കുന്നു. അതിദരിദ്രർ ഇല്ലാത്ത കേരളമായി, ഇനി ദരിദ്രർ ഇല്ലാത്ത കേരളമായി നമ്മൾ ഉടനെ മാറും. ഇങ്ങനെ തട്ടിവിടാൻ എളുപ്പമാണ് പ്രിയപ്പെട്ട തട്ടുകട ജയരാജ. ഇങ്ങനെ തട്ടിവിട്ടാണ് കേരളം ഈ പരുവത്തിൽ എത്തിയത്. നാട് കുട്ടിച്ചോറായി കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ കടം, സാമ്പത്തിക ബാധ്യതയിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. 742.62 കോടി രൂപയുടെ നിക്ഷേപം കഴിഞ്ഞ വർഷം ഉണ്ടായി എന്നൊക്കെ വ്യവസായ മന്ത്രി തട്ടിവിടുന്നത് കേട്ടു. ഇതുപോലെ ഗീർവാണം അടിക്കുന്നത് കേട്ടു. ഏത് വ്യവസായം, എന്ത് വ്യവസായം, ആര് തന്നു, എവിടെ നിന്ന് വന്നു? ഇവിടെ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിച്ച് ഏതെങ്കിലും ബഹിരാഷ്ട്ര കമ്പനികളോ സാധാരണ കമ്പനികളോ വ്യക്തികളോ വന്നാൽ അവരെ ഒന്നും രണ്ടും പറഞ്ഞ് സമരം ചെയ്ത് തിരിച്ചോടിക്കുന്ന ചരിത്രമല്ലേ നിങ്ങൾക്ക്? എന്തായാലും EP ജയരാജന് പുതിയൊരു പേര് കൂടി കിട്ടി, തട്ടുകട ജയരാജൻ. ഇനി സ്നേഹമുള്ളവർ അദ്ദേഹത്തെ തട്ടുകട ചിറ്റപ്പൻ ജയരാജൻ എന്ന് വിളിച്ചാലും തെറ്റില്ല.